കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഇൻസ്റ്റാപേ ലോൺ ആപ്പ് നടത്തിപ്പുകാരായ 3 പേർ പിടിയിലായി. ഋഷികേശ് തിവാരി, പ്രശാന്ത് ഖെവൽ, പ്രകാശ് ജയ് എന്നിവരാണ് കസ്റ്റഡിയിലായിരിക്കുന്നത്. നോയിഡയിൽ നിന്നാണ് കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. വലിയൊരു IT പാർക്കിന് സമാനമായ രീതിയിലാണ് ഇവരുടെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. ഒരേ സമയം 35ലേറെ സിം കാർഡുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന സംവിധാനവും ഓഫീസിലുണ്ടായിരുന്നു. പല നമ്പറുകളിൽ നിന്ന് മാറി മാറി വിളിച്ച് ഭീഷണിപ്പെടുത്തി പണം തിരിച്ചടപ്പിക്കുന്നതായിരുന്നു ഇവരുടെ രീതി. 36% പലിശയ്ക്കാണ് കമ്പനി പണം നൽകിയിരുന്നത്. നിതിൻ ഇവരിൽ നിന്നും പണം എടുത്തിരുന്നു. ഈ സമയം റഫറൻസ് നമ്പറായി നൽകിയിരുന്നത് നിതിന്റെ അധ്യാപികയുടെ നമ്പരായിരുന്നു. തിരിച്ചടവ് മുടങ്ങിയതിന് പിന്നാലെ ലോണാപ്പുകാർ അധ്യാപികയെ നിരന്തരം വിളിച്ചു, മെസ്സേജ് അയച്ചു. തുടർന്ന് കോളേജ് പ്രിൻസിപ്പലിന് അധ്യാപിക പരാതി നൽകിയതോടെ പ്രിൻസിപ്പൽ നിതിനെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും മൊബൈൽ ഫോൺ വാങ്ങി വയ്ക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് നിതിൻ കെട്ടിടത്തിൽ നിന്ന് ചാടി ജീവനൊടുക്കിയത്. നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ പ്രത്യേക അന്വേഷണ സംഘം 2 രീതിയിലാണ് അന്വേഷണം നടത്തുന്നത്. ലോണാപ്പിൽ നിന്നുള്ള ഭീഷണി സംബന്ധിച്ചുള്ള അന്വേഷണത്തിന് സമാന്തരമായി നിതിന് കോളേജിലെ അധ്യാപകരിൽ നിന്ന് നേരിടേണ്ടി വന്ന അധിക്ഷേപത്തെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. മലയാളം ടെലിവിഷൻ, കണ്ണൂർ. In the heart of Malappuram, with traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perinthalmanna and Kottakkal.